നമസ്കാരം. ഇത് നമ്മുടെ മലവേപ്പിനെ എല്ലാത്തിലും നമ്മൾ കുരുമുളക് കയറ്റിയിട്ടുണ്ടല്ലോ. അപ്പം അതിന് ഒരു നമ്മൾ ചാണകപ്പൊടി കൊടുക്കുന്നതിൻ്റെ ഒരു ഇതാണ്. അപ്പം ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഘടകം എന്ന് പറയുന്നത് ചാണകം. നമുക്കൊരു NPK ലെവൽ നോക്കുകയാണെങ്കിൽ മറ്റ് വളങ്ങളെക്കാളെല്ലാം കുറവാണ്. പക്ഷേ ചാണകത്തിന് ഏറ്റവും വലിയൊരു ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഈ മണ്ണിനകത്തുള്ള ഒരു 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 ഫ്ലോറ ആൻഡ് ഫോണ അല്ലെങ്കിൽ സൂക്ഷ്മജീവികളെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഉൽപ്പാദിപ്പിച്ച് അല്ലെങ്കിൽ അതിൻ്റെ വളർച്ചയെ പരിപോഷിപ്പിച്ചെടുക്കുന്നത് ചാണകം വലിയ റോള് ചാണകത്തിനുണ്ട്. അപ്പം ചാണകം എന്നത് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ മണ്ണിൻ്റെ ആ ഒരു സമ്പുഷ്ടീകരണം, അതായത് ഈ മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ സൂക്ഷ്മജീവികൾ വളരെ ഹെൽത്തി ആയിട്ട് വന്നാൽ ഓട്ടോമാറ്റിക്കലി ചെടികൾക്ക് കൂടുതൽ വളം മണ്ണിൽ നിന്നും ലഭ്യമാകും. അതിന് നമ്മൾ പ്രത്യേക അഡീഷണൽ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അപ്പം രാസവളം നമ്മൾ കൊടുക്കുന്നതിന് തെറ്റില്ല. പക്ഷേ രാസവളം കൊടുക്കുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞ് അല്ലെങ്കിൽ അതിനൊരു ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ മസ്റ്റായിട്ടും ജൈവവളം, പ്രത്യേകിച്ചും ചാണകം, കമ്പോസ്റ്റ് അങ്ങനത്തെ സാധനങ്ങൾ കൊടുക്കണം. കാരണം സൂക്ഷ്മജീവികൾ മണ്ണിൽ വളരെ ആക്റ്റീവ് അല്ലെങ്കിൽ ചെടികൾ വളരെ എത്ര വളമിട്ടാലും നന്നായിട്ട് വരില്ല.